ദോശ ഉണ്ടാക്കാം, ദോശമാവ് ഒഴിച്ചെടുത്താൽ മീനൊക്കെ ഫ്രൈ ചെയ്യാം. മീൻ ഫ്രൈ ചെയ്യാം, ദോശ ഉണ്ടാക്കാം, അരിപ്പത്തിൽ ഉണ്ടാക്കാം, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം, സാൻഡ്വിച്ച് ഉണ്ടാക്കാം, പപ്പടം പൊള്ളിച്ചെടുക്കാം. എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. മാവെടുക്കുക, ഡിഷിന്റെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുക, ഒന്ന് പ്രസ് ചെയ്യും. ഒറ്റ പ്രസ്സിങ്ങിൽ നൈസായിട്ട് പരന്നത്. വില ഒന്നും കൊടുക്കേണ്ട, സിംഗിൾ പ്രസ്സിംഗ് ആണ്. ഈ പരന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ തുറന്ന് വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കില്ല, അടച്ചു വെച്ച ചപ്പാത്തി കട്ടി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എത്ര ചപ്പാത്തി വേണമെന്ന് മാവൊക്കെ റെഡിയാക്കുക, ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് ഈ ചുമതലൈറ്റ് മാറി പച്ചലൈറ്റ് വരുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് ശ്രദ്ധിക്കേണ്ട, ഓട്ടോമാറ്റിക്കാണ്. ഓവർ ചൂട് വരുമ്പോൾ ഓഫ് ആയി. കറണ്ട് 1.5 മണിക്കൂർ തുടർച്ചയായിട്ട് ഉപയോഗിച്ച 1 യൂണിറ്റ് കറണ്ട്. ഇനി ഇതിൽ നമുക്ക് ചപ്പാത്തി കൂടാതെ ദോശ ചെയ്യുക, ഓംലെറ്റ് അടിക്കാം, ബുൾസൈ ഉണ്ടാക്കാം, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക, സാൻഡ്വിച്ച് എണ്ണ ഇല്ലാതെ. ഇനി എണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചും ചെയ്യും. ഇനി നമ്മൾ വീട്ടിലാക്കുന്ന കല്ലുമ്മയിലാക്കുന്ന ചപ്പാത്തി മതിയെങ്കിൽ ഒരു 10 സെക്കൻഡ് അടപ്പിങ്ങനെ അടച്ചു വെക്കാം. ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ 10 സെക്കൻഡ് അടച്ചാൽ. ടിവിയിലൊക്കെ കാണുന്നത് പുൽക്കാ പോലെ പൊന്തി വരും ചപ്പാത്തി. അപ്പോൾ അത് വേണമെങ്കിൽ ചപ്പാത്തി വെന്ത് റെഡി ആക്കുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിടുക. എന്നിട്ട് അടപ്പം മാത്രം ഇതിന് വെച്ച് കൊടുത്താൽ മതി. ഡബിൾ ലെയറൊക്കെ ചെയ്യും. ഇതിൽ ഇപ്പോൾ നമുക്ക് എണ്ണ, നെയ്യ്, ഡാൽഡ, ബട്ടർ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ തേച്ച് കൊടുക്കും. നല്ല സോഫ്റ്റ് ചപ്പാത്തി കഴിക്കും. ഗ്യാസിനേക്കാൾ ലാഭമാണ്. നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇതേപോലെ സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ചപ്പാത്തി.